ഹായ്, ഞങ്ങളുടെ സുജയ. ഗോപിനാഥ് മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിൽ പുള്ളി ഇതുവരെ എന്താണ് പ്രതികരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ വഴി സാധാരണ പുള്ളി നടത്തുന്ന മോട്ടിവേഷൻ ക്ലാസ് പോലെ തെളിവുകൾ ഒന്നും വെക്കാതെ 10-15 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ട്. അതുകൂടാതെ ഏതൊക്കെയോ യൂട്യൂബ് ചാനൽ വഴി നേരത്തെ പഠിച്ചു പറഞ്ഞ ഉത്തരങ്ങളും ചോദ്യങ്ങളും പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതല്ലാതെ ഇതുവരെയും തെളിവ് വെച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തുകയോ കാര്യങ്ങൾ സംസാരിക്കുകയോ പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വിഷയം അവസാനിക്കണമെങ്കിൽ തെളിവ് വെച്ചുകൊണ്ട് മുതുകാട് സംസാരിച്ച് മതിയാവുകയുള്ളൂ. പക്ഷെ ഓരോ ദിവസവും പുള്ളിക്കെതിരായിട്ട് പുതിയ ആരോപണങ്ങളുമായിട്ട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് മുതുകാടിന്റെ ആ ഒരു ട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമ്മമാരായിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ്, അമ്മമാരും ടീച്ചേഴ്സും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് മുതുകാടിനെ മാക്സിമം വെള്ളപൂശി, മുതുകാട് സാറ് ദൈവമാണ്, ഷിഹാബ് ആരോപണങ്ങൾ പറഞ്ഞ ഷിഹാബൊക്കെ വലിയ തെറ്റുകാരാണ്, മുതുകാട് സാറ് അവിടെ ഒന്നും മോശമായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഈ അമ്മമാർ സംസാരിക്കുന്നത്, അല്ല ടീച്ചേഴ്സ് സംസാരിക്കുന്നത്. ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള അമ്മമാർ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇത് അവരുടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്ത് അവർ പഠിച്ചു പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഭിന്നശേഷിക്കാരായ 5 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാം ആങ്കർ ചെയ്യാനാണ് ഷിഹാബ് എത്തിയിരുന്നത്. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. വരുന്ന സമയത്ത് കുട്ടികൾ നല്ലതുപോലെ വയലന്റ് ആവുന്ന മക്കളായിരുന്നു. ഓരോ സമയത്തും അവരുടെ ഷോ ചെയ്യുന്ന സമയത്ത് അവര് സൈലന്റ് ആവും, പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. നമ്മുടെ വിഷ്ണുവിന് എല്ലാവർക്കും അറിയാം. വിഷ്ണുവൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കസേര പൊട്ടിച്ചെന്നോ എത്ര ഫോൺ പൊട്ടിച്ചെന്നോ നമുക്കറിയാം. അതിനകത്ത് നിൽക്കും അത്രത്തോളം വയലന്റ് ആവുന്ന കുട്ടികളായിരുന്നു. അപ്പൊ അമ്മമാരെ ഒന്നിച്ചു നിന്ന് അവരെ ആ ഒരു രീതിയിൽ സൈലന്റ് ആക്കി കൊണ്ടുപോയി. ഷിഹാബ് അതിനൊപ്പം നിന്നു. ഷിഹാബ് പറയുന്നത് പോലെ 5-6 ഷോയൊന്നും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ചില അവസരങ്ങൾ, അതായത് ഏതെങ്കിലും കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്തോ പബ്ലിക് കൂടുതൽ വരുന്ന സമയത്തോ മാത്രമായിരിക്കും അങ്ങനെ 4 ഷോ. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല, അതും വല്ലപ്പോഴും മാത്രമാണ്. അതുപോലെ തന്നെ ആഹാരം അത് കുട്ടികൾ ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ അവരത് തയ്യാറെടുപ്പതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഷോ ആയിട്ട് നല്ലതുപോലെ അവർക്കത് ചെയ്യണം, ആൾക്കാർ വരണം, കാണണം, കയ്യടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു. അതും ചില സമയത്ത് 1 മണിക്കാണ് ഷോ എങ്കിൽ അവർക്കത് ചെയ്യും, അവർ ചെയ്യാൻ റെഡിയാണ്. പിന്നെ അത് ഈ 2017 നമ്മളിത് തുടങ്ങുന്നത്. 2017 സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ്. അവർ ആ ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ. അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ അവര് വയലന്റ് ആവുകയാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിന്റെ പേരിൽ ഒരു മാനസിക പീഡനമോ ഒന്നും കുട്ടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. വെയിറ്റ് ഈ അമ്മ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങളകത്ത് കുറച്ച് പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഇവിടെ ഷിഹാബ് എല്ലാ ദിവസവും 5-6 ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഷിഹാബ് പറഞ്ഞ കാര്യം എന്താണ്? 5-6 ഷോയും ചില സമയങ്ങൾ നടത്താറുണ്ട്. എല്ലാ ദിവസവും 5-6 ഷോ കളിക്കാനായിട്ട് ആ കുട്ടികളല്ലേ, അല്ലാതെ അവർ മറ്റേ ഈ റോബോട്ടൊന്നും അല്ലല്ലോ. സാധാരണ മനുഷ്യന്മാർക്ക് ആർക്കും തന്നെ 5-6 ഷോയൊന്നും ഡെയിലി ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ദിവസത്തെ ഷോ അല്ല, ഒരു ഷോ എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണോ അതോ 2 മണിക്കൂറാണോ? എന്തായാലും 10 മിനിറ്റ് കൊണ്ട് ഒരു ഷോ അവസാനിക്കില്ലല്ലോ. ഒരു മണിക്കൂറെങ്കിലും ഒരു ഷോ ഉണ്ടാവും. അപ്പോൾ ഈ അമ്മ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ പൊരുത്തക്കേട് 5-6 ഷോയും എല്ലാ ദിവസവും അവിടെ ഷിഹാബ് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ല. ഷിഹാബ് അങ്ങനെ പറഞ്ഞിട്ട് കൂടിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യം. 1 മണിക്ക് ഷോ വെക്കാറുണ്ടെന്ന് ഈ ഒരു ടീച്ചർ പറയുന്നുണ്ട്. ഈ 1 മണിക്ക് ഷോ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ് 1 മണി. നിങ്ങൾ എന്തിനാണ് ഈ 1 മണിക്ക്? അപ്പോൾ ഈ മുതുകാടിന്റെ ആ സ്ഥാപനത്തിൽ മുതുകാട് അറിഞ്ഞിട്ടാണല്ലോ 1 മണിക്ക് ഷോ വെക്കുക. എന്തിനാണ് ആ ഷോ 1 മണിക്ക് വെക്കുന്നത്? മുതുകാട് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട, പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് ആരാണ് ഷോ വെച്ചത്? അതിന്റെ ഉത്തരവാദിത്തം ഇവിടെ നിൽക്കുന്ന 4 പേരാണ്. ഈ 4 പേരിൽ നിങ്ങൾ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? 1 മണിക്ക് എന്തിനാണ് കുട്ടികൾക്ക്, അതും ഇത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് എന്തിനാണ് ആ ഷോ സംഘടിപ്പിക്കുന്നത്? കുട്ടികൾ ബുദ്ധിമുട്ടൊന്നും പറയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്ക് നല്ലതും ചീത്തതും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളാണ്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ കുട്ടികൾ ചില ആൾക്കാർ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. അവർ വയലന്റ് ആകുന്ന കുട്ടികളായിരുന്നു. അതായത് അവർ ഈ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കസേരകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വയലന്റ് ആകുന്ന കുട്ടികൾക്ക് നിങ്ങൾ 1 മണിക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കാതെ ഷോ വെച്ചെങ്കിൽ നിങ്ങളുടെ തെറ്റല്ലേ, അല്ലേ? പിന്നെ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ആ കുട്ടികളുടെ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ വയലന്റ് ആകുന്നുണ്ടെന്ന് കൂടെ നിങ്ങൾ പറയുന്നുണ്ട്. ഷിഹാബ് പറഞ്ഞത് 100% ശരിയാണ്.
ഇവിടെ എന്താണ് ഷിഹാബ് തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഇവിടെ ആരെ വെള്ള പൂശാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുക്കണം. ഷിഹാബ് പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് മാതാപിതാക്കൾ പറയുന്ന പോലെ നിങ്ങളാണ് തെറ്റുകാർ, ഞങ്ങളാണ് എല്ലാത്തിനും തെറ്റുകാർ. മുതുകാട് സാർ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഈ ഷോയുടെ ടൈമിന്റെ കാര്യം, ഷോയുടെ കാര്യം, ഗസ്റ്റ് വരുന്ന കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം, ഇതൊന്നും മുതുകാട് സാർ അറിയുന്നേ ഇല്ല. ഞങ്ങൾ പുള്ളിയെ അറിയിക്കാതെ ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളാണ് തെറ്റുകാരൻ നിങ്ങൾ സമ്മതിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുതുകാട് സാറിനെ വെള്ളപൂശാനാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കുകയില്ല. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് മുതുകാട് സാറ് പാവം, പുള്ളി അങ്ങ് ദൈവം, പുള്ളി ഞങ്ങളുടെ ദൈവമായതുകൊണ്ട് പുള്ളി അങ്ങ് മാറ്റി വെച്ചേക്ക്, ഷിഹാബ് പറഞ്ഞത് മൊത്തം തെറ്റാണ്, പക്ഷെ തെറ്റൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇത് പറഞ്ഞു വെക്കുന്ന ലൈൻ. ബാക്കിയോടെ കേൾക്കാം. ഷോ 1 മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും. അത് അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസിക പീഡനം ഇന്നേവരുണ്ടായിട്ടില്ല. അതെന്തായാലും ഷിഹാബ് പറഞ്ഞ തെറ്റ് തന്നെയാണ്. കാരണം അന്നുണ്ടായിരുന്ന അമ്മമാർ തന്നെയാണ് ഞങ്ങൾ ഇന്നും ഈ 2024 ആയിട്ടും കുട്ടികൾ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് മുതുകാട് സാർ തരുന്ന ധൈര്യം തന്നെയാണ്. അവരിന്ന് ഈ ഒരു അവസ്ഥയിൽ മാറിയത് തന്നെയും ഈ ഷോയുടെ ഒരു ടൈമാണ്. അവർക്ക് എത്ര ഷോ ചെയ്താലും ഒരു മടുപ്പും ഉണ്ടാവില്ല. അവർക്കിപ്പം ഷോ കുറയുന്നതിലാണ് അവർക്ക് വിഷമം. അമ്മ ഞാൻ പറയുന്നുണ്ടെന്ന് ബുദ്ധിമുട്ട് എനിക്ക് തോന്നരുത്. വരുന്നതല്ല, കുട്ടികൾക്ക് ഷോ ചെയ്യാനാണ് ഇഷ്ടം, ഷോ കുറയുമ്പോഴാണ് അവർക്ക് മടുപ്പ്. സത്യം പറഞ്ഞാൽ ആ കുട്ടികളുടെ യഥാർത്ഥ കാര്യങ്ങൾ അതിപ്പോ അമ്മമാർക്ക് അറിയാം അല്ലെ, മറ്റുള്ള ഇപ്പോ എന്താ പറയണ്ടേ, അവരുടെ മാനസികാവസ്ഥ സാധാരണ കുട്ടികളുടെ പോലത്തെ മാനസികാവസ്ഥയല്ല. അവർക്ക് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും അവർക്ക് അറിയില്ല. അവരെ പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഈ കുട്ടികൾക്ക് ഈ ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉച്ച സമയത്ത് അവരെ കൊണ്ട് ഷോ ചെയ്യിപ്പിക്കുകയാണ്. അതൊരു ശരിയായിട്ടുള്ള നടപടിയാണോ? ആ കുട്ടികൾക്ക് ഒരു പക്ഷേ വിശന്നാൽ വിശക്കുന്നുണ്ടെന്ന് പറയാൻ പോലും പറ്റില്ലായിരിക്കാം, അറിയില്ലായിരിക്കാം. അവർ ചിലപ്പോൾ വയലന്റ് ആയിരിക്കുകയും ചെയ്യുക. അവരോട് തന്നെ ചോദിച്ചു നോക്കൂ, അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളല്ലല്ലോ ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് അറിയില്ല നല്ലതും ചീത്തതും. അവരുടെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാവാനാണ്? അവരുടെ അടുത്ത് ഇപ്പോൾ വന്ന് പറയുകയാണ് മുതുകാട് സാറ് ദൈവമാണെന്ന് പറഞ്ഞാൽ അവർ ദൈവമാണെന്ന് പറയും. എല്ലാം സൂപ്പർ അല്ലെന്ന് ചോദിച്ചാൽ സൂപ്പറാണെന്ന് പറയും. അവരുടെ അടുത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഏറ്റു പറയും. കുഞ്ഞു മക്കളുടെ മനസ്സാണ് അവർക്ക് എല്ലാവർക്കും. അവർക്കിപ്പോൾ ഒരു 12 വയസ്സായാലും 15 വയസ്സായാലും അറിയാമല്ലോ, ഓട്ടിസം ബാധിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് ഇതെല്ലാം തന്നെ തിരിച്ചറിയാനായിട്ടുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ല. അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. ഇനി ഈ ഷോ നടക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഈ അമ്മമാരെപ്പോഴും കുട്ടികളുടെ കൂടെ ഇല്ല. ഷോ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഷിഹാബ് ആണെങ്കിൽ ഷിഹാബ് ആയിരിക്കും അവിടെ കൂടെ ഉണ്ടാകുക. അപ്പോൾ ഷിഹാബിനായിരിക്കും ആ കുട്ടികളുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് കുറച്ചുകൂടെയൊക്കെ ആ സമയത്ത് മനസ്സിലാകുന്നത്. നിങ്ങൾ ഈ മുതുകാട് സാറ് ദൈവമാണെന്നും മുതുകാട് സാറ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും 2024 കുട്ടികളെല്ലാവരും അല്ലെങ്കിൽ മാതാപിതാക്കൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കൊഴിഞ്ഞുപോയ, അവിടെ നിന്ന് മാറിയ 5ഉം 6ഉം മാതാപിതാക്കളാണ് മുതുകാടിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പം നിങ്ങൾ അതിനെ അങ്ങ് തള്ളിക്കളയുകയും നിങ്ങൾ അവരെ അങ്ങ് കുറ്റക്കാരാക്കുകയും ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. നിങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ അതേ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് പുറത്തും ഈ അമ്മമാരും വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നേ. നമ്മളത് എത്രയോ ഇപ്പോൾ വാർത്ത വഴി കണ്ടു. സുനിത ദേവദാസിന്റെ ചാനൽ വഴി ഞാൻ തന്നെ ഒരു 5-6 അമ്മമാരുടെ വീഡിയോസ്, കുട്ടികളുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്, പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് മുതുകാട് തെളിവൊന്നും വെക്കാതെ ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. തെളിവ് വെച്ചുകൊണ്ടൊരു കാര്യം പോലും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ആയിട്ടുള്ള അമ്മമാർ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെള്ളുപൂശിയാണ്. ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഇനി ഇതിനെ പൊളിച്ചെടുക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും, അതോടെ കാണിക്കാം. എന്തായാലും അമ്മമാരെ പറയുന്ന ഭാഗങ്ങൾ കേൾക്കാം. പിന്നെ ഷിഹാബ് വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ അടച്ചിട്ടിരുന്നു, കാരണം ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി 4 പേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല. അവനെ അതിരുന്നാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാനാണ് അടച്ചിട്ടിരുന്നത്. എന്റെ 5 മക്കളെ അടച്ചിട്ടത് ഞാനാണ്. ആരും പറഞ്ഞിട്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് അവര് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കണം, അവർ എവിടെ പോയാലും അവർ പോയിട്ട് തിരിച്ചു വരും. നോക്കാറില്ല, അവർ അടയ്ക്കാറില്ല. അവര് പോയാൽ തിരിച്ചു വരും, നല്ല ഉറപ്പുണ്ട്. തിരിച്ചു വരികയും ചെയ്യണം. അവരിപ്പോ സാലറി വാങ്ങിയുണ്ട്, അവർക്കറിയാം സാലറി വാങ്ങുന്നത്. ഇത് ഞാൻ ഈ അമ്മമാരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. പക്ഷെ നിങ്ങളിത് സ്വമേധയാ പറയുന്നതാണോ, ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പറയുന്നതാണോ എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരമ്മ പറയുന്നുണ്ട്, എല്ലാം ഞാനാണ് ചെയ്തത്, ഞാനാണ് ആ കുട്ടികളെ കൂട്ടിയിട്ടത്, അവിടെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ പിടിപ്പുകേടാണ്.
കുട്ടികളെ കൂട്ടിയിടുക എന്ന് പറയുമ്പോൾ അതിനോടൊരു ശരിയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്തിനാണോ നിങ്ങളിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളിത് പറഞ്ഞത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവുണ്ട്, ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരവുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് ആരൊക്കെയോ ഈ വീഡിയോയ്ക്ക് വേണ്ടി പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഉത്തരം. അതെൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. എനിക്ക് തോന്നുന്ന കാര്യം അങ്ങനെയാണ്. നിങ്ങളെ കൊണ്ട് ഇത് ആരോ പറയിപ്പിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ ആ കുട്ടികളുടെ ബുദ്ധിമുട്ട് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഈ അമ്മമാർ പറയുന്ന കാര്യങ്ങളിനകത്ത് ഒരു വസ്തുതയില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് വസ്തുതയില്ല മീൻസ് അവരെ കൊണ്ട് ആരോ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് നിർബന്ധിപ്പിച്ച് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത് ഞാൻ എന്തുകൊണ്ടോ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഷിഹാബ് തന്നെ ജാനുവരി 1-ാം തീയതി ഒരു അമ്മയ്ക്ക് അയച്ച മെസ്സേജ്, ഈ കൂട്ടത്തിൽപ്പെട്ട ടീച്ചറായിട്ടുള്ള ഒരു അമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ് ഞാനവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചിത്ര എന്ന് പറയുന്നൊരു അമ്മ ഷിഹാബിൻ്റെ കാര്യങ്ങൾ, ഷിഹാബല്ല, നമ്മുടെ മുതുകാടിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും സംസാരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ സംസാരിക്കണം. ഞാൻ ഇതിനു മുന്നേ മുതുകാടിൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് എന്നോടിപ്പോൾ ദേഷ്യമുണ്ട്, ശത്രുതയുണ്ടെന്നൊക്കെ ഷിഹാബ് അയച്ച ഒരു മെസ്സേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ അമ്മ തന്നെയാണ്, ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു അമ്മ തന്നെയാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവർ അന്ന് ഷിഹാബിന് ഈ ഒരു മെസ്സേജിന് അയച്ചൊരു റിപ്ലൈ ഉണ്ട്. ആ റീപ്ലൈ കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഹലോ മാമ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഈശ്വരനെ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക, അത് മാത്രം മതി. എങ്കിലും നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു പ്രകാശം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുള്ള കാലം തെളിയിക്കട്ടെ. അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിന് വരെ പ്രതികരിക്കാമെന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. കാരണം 18 വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു. അതിനുശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട്. ഏതൊരമ്മയെ ആഗ്രഹിക്കില്ലേ? അത്രയും നാൾ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും. അപ്പം അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ. അപ്പം അത് കിട്ടിയത് ഇപ്പം ഇവിടെ വന്നിട്ടാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെ വലിയ വലിയ ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ബാബ. അതാണ്. പിന്നെ ഈ ഇപ്പം ബുദ്ധിമുട്ട് പറയുന്ന അമ്മ 5 വർഷത്തോളം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ സംസാരിച്ചില്ല, പ്രതികരിച്ചില്ല. അവരിപ്പോൾ അമേരിക്കയിൽ പോയി, അവർ സേഫായി, അവരുടെ ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, ഈ അമ്മ പറയുന്നത് കേട്ടല്ലോ. അതായത് അവർക്കിപ്പോൾ പ്രതികരിക്കാനായിട്ട് പറ്റില്ല. പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ കൂടെ അവർ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശരി ഉണ്ടാവും. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പിന്നീട് ഈ അതേ അമ്മ തന്നെ പിന്നീട് മുതുകാട് സാറ് പാവമാണ്, നല്ലതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ചില അമ്മമാർക്ക്, ചില കുട്ടികൾക്ക് വീട്ടിലെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ അവരെടുക്കുന്ന സ്ട്രെയിൻ ബുദ്ധിമുട്ട്. കാരണം ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരാൻ ഒരു അമ്മ വിടുന്ന പാട് നമുക്ക് നന്നായിട്ട് അറിയാം. ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. നമ്മൾ ഊഹിക്കുന്നതിനപ്പുറമായിരിക്കും. നമുക്കവരെ ബഹുമാനിക്കാം, എല്ലാ രീതിയിലും അമ്മമാരെ ബഹുമാനിക്കാം. പക്ഷേ ഇപ്പം ഈ 4 ടീച്ചർ അമ്മമാർ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ടീച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടികളെ പരിപാലിക്കുന്നതുകൊണ്ടാണ് ടീച്ചർ എന്നൊരു വേർഡ് കൂടി എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് അത് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇത് വലിയ ഇഷ്യൂ ആണ്. ഒരു സ്ഥാപനത്തിൽ 100 കുട്ടികളുണ്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള 100 കുട്ടികളുണ്ട്. ഈ 100 കുട്ടികളിൽ ഒരു 10 പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കി 90 പേർക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ കണ്ണടച്ച് കളയാൻ പറ്റുന്നൊരു വിഷയമല്ലായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെയും, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാകുമ്പോൾ ബുദ്ധിമുട്ട് വന്നാൽ അത് വലിയ ഇഷ്യൂ ആണ്. ഇത് നമ്മൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ആ അമ്മ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ വലിയൊരു പോയിന്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു മുതുകാടിൻ്റെ വരുമാനത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് ഈ ട്രസ്റ്റിൽ നിന്ന് 1 രൂപ താൻ എടുക്കുന്നില്ല, തനിക്ക് മറ്റ് വരുമാനം, പുള്ളിക്ക് കൃത്യമായിട്ടൊരു മാസ വരുമാനം പോലും ഇല്ല. മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം മാത്രമുണ്ട്. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം എന്നൊക്കെയാണ് പുള്ളിയോടെ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ വസ്തുതയൊക്കെ തീർച്ചയായിട്ടും പുറത്ത് വരേണ്ടതാണ്.
പുള്ളി ഒരു സാലറി പോലും ഈ സ്ഥാപനത്തിൽ നിന്ന് എഴുതിയെടുക്കുന്നില്ല. പുള്ളിയുടെ വരുമാന മാർഗം എന്താ? പുള്ളിയുടെ ഭാര്യ, മകൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് മക്കൾ, അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർക്ക് ചിലവ് വരിക, അതൊക്കെ ഈസി ആയിട്ട് നടക്കൂ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇതുവരെയും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ആരും മുന്നോട്ട് വന്നിട്ട് പോലും ഇല്ല. ഇനി പരാതി കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ അന്വേഷിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വമേധയാ ഇത് നമ്മുടെ ഗവൺമെന്റിന് സ്വമേധയാ ഒരു അന്വേഷണം പുറപ്പെടുവിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇത് അതുപോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ണടച്ച് ഈ വിഷയം വിടാൻ പറ്റില്ല. അങ്ങനെ വിടാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അല്ല ഇത്. ഇപ്പൊ മുതുകാടിനെ വെള്ള പൂശിക്കൊണ്ട് 5 അല്ല 50 പേര് വന്നാലും ആരോപണങ്ങൾ തന്നെയാണ്. അത് അന്വേഷിച്ച് തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ മുതുകാട് തെളിവ് വെച്ചുകൊണ്ട് സംസാരിക്കണം. എങ്കിൽ ഈ വിഷയം തീരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷയം അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടുപോകും. നമ്മളും അവരോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.